പുളുങ്കുന്ന് റോഡ് മുക്കിലെ ഹൈമാസ് ലൈറ്റ് 6 മാസമായിട്ട് കത്തുന്നില്ല. അത് കുട്ടനാട് നേറ്റീവ് സംഘടന വഴി ഇവിടെ റീത്ത് വെച്ച് പ്രതിഷേധിക്കുന്ന ഇതാണ് കാണിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ കളക്ടർക്ക് ഉൾപ്പെടെ നിരവധി പേർക്ക് ഇത് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കഴിവുകൊണ്ടാണ് ഇത് ഇതുവരെ കത്താത്തത്. 6 മാസമായിട്ട് കത്തുന്നില്ല. ഇലക്ഷൻ ടൈമായിട്ട് കൂടി കത്തുന്നില്ല. കാരണം ഇവരെല്ലാം പ്രതിഷേധിച്ച് നിൽക്കുകയാണ്, എല്ലാം നിൽക്കുകയാണ്. കണ്ടോ, കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻ്ററാണ് പുളുങ്കുന്ന് റോഡ് മുക്ക്. അവിടെയാണ് ഈ 6 മാസമായിട്ട് ഹൈമാസ് ലൈറ്റ് കത്തുന്നില്ല. 10 ലക്ഷം രൂപ മുടക്കിയാണ് ഇത് പതിവ്. നിരവധി തവണയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇത് കത്തിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇവിടെ റീത്ത് വെച്ച് പ്രതിഷേധിക്കുന്നത്. കണ്ടോ, പുളുങ്കുന്ന് റോഡ് മുകളിലാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, താങ്ക്സ്. പുളുങ്കുന്ന് ഹൈമാസ് ലൈറ്റുള്ള സ്ഥാപിച്ചിരിക്കുകയാണ്. കണ്ടോ, കുട്ടനാട് നേറ്റീവ്സ് കൂട്ടായ്മയുടെ റീത്ത് വെച്ചിരിക്കുകയാണ്. 6 മാസമായിട്ട് ലൈറ്റ് കത്തുന്നില്ല. പുളുങ്കുന്ന് റോഡ് മുക്കിലാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതുവരെ ലൈറ്റ് കത്തുന്നില്ല. മൊത്തം ഇരുട്ടിലാണ്. വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. പക്ഷേ ഇവിടെ ലൈറ്റ് കത്തുന്നില്ല. കണ്ടോ, അത് തന്നെ. 2 വാക്ക് പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ജിമ്മിനി വെളുത്തത്തിലാണ് ഈ നാട്ടുകാരെല്ലാം വെട്ടം കണ്ടു പോകുന്നതെന്ന്. വെട്ടമില്ലാത്തതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. ജങ്കാറ കയറുന്നവർക്ക് കയറാൻ പറ്റുന്നില്ല. വെട്ടമില്ലാത്തതുകൊണ്ട് കാല് തട്ടി വീഴുന്നു. പട്ടിശല്യം ഭയങ്കര ദൂഷ്യമാണ്. പട്ടിശല്യം ഭയങ്കര ദൂഷ്യമാണ്. 150-200 പട്ടികളാണ് ഈ റോഡ് മുക്കിൽ നിൽക്കുന്നത്. വെട്ടമില്ലാത്ത കാരണം പെണ്ണുങ്ങൾ രാവിലെ പള്ളി പോകുന്നവർ എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മൊത്തത്തിൽ പ്രശ്നമാണ്. വീട്ടിന്റെ